നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. മൃഗയ വിനോദത്തിനായി പോയ ദശരഥൻ ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു അമ്പ് ആ ആനയുടെ നേർക്ക് എയ്തിരുന്നു. പക്ഷേ അതൊരു മനുഷ്യൻ്റെ നേരെയാണെന്ന് ദശരഥൻ മനസ്സിലാക്കുന്നത് അയാളുടെ ദയനീയമായ കരച്ചിൽ കേട്ടാണ്. ഒരു മുനി സമാനനായി ജീവിക്കുന്ന എന്നോട് അങ്ങ് എന്തിനാണിങ്ങനെ ക്രൂരകൃത്യം ചെയ്തത് എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ, ആ യുവാവ് ദശരഥനോട് ചോദിക്കുന്നു. അയാളുടെ പരിഭവം പറച്ചിലാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ, ദയനീയമായ കരച്ചിലും പരിഭവം പറച്ചിലും ഒക്കെ. 27 തുടങ്ങിയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത്. അയോധ്യാകാന്ഡം 63-ാം സർഗത്തിലെ 27 തുടങ്ങി 36 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഇഷുണാഭിഹതക്കേന കസ്യ വാപകൃതം മയാ ഋഷേർഹി നിസ്തദണ്ഡസ്യ വനേ വന്യേന ജീവിതഃ കഥം नु ശസ്ത്രേണ വധോ മദ്വിധസ്യ വിധീയതേ ജടാഭാരധരസ്യൈവ വൽക്കലാജിനവാസനം കോ വധേന മമാർത്ഥി സ്യാത് കിം വാസ്യാപകൃതം മയാ ഏവം നിഷ്ഫലമാരബ്ധം കേവലാനർത്ഥസംഹിതം ന ക്വചിത് സാധു മന്യേത യഥൈവ ഗുരുതൽപകം നേമം തഥാനുശോചാമി ജീവിതക്ഷയമാത്മനഃ മാതരം പിതരം ചോഭാവനുശോചാമി മത്വധേ തദേതാൻ മിഥുനം വൃദ്ധം ചിരകാലഭൃതം മയാ മയി പഞ്ചത്വമാപന്നെ കാം വൃത്തിം വർദ്ധയിഷ്യതി വൃദ്ധൗ ച മാതാപിതരാവഹം ചൈകേഷു നാഹതാം. കേ ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. മയി പഞ്ചത്വമാപന്നെ കാം വൃത്തിം വർദ്ധയിഷ്യതി വൃദ്ധൗ ച മാതാപിതരാവഹം ചൈകേഷു നാഹതഃ കേന സ്മ നിഹതാ സർവേ സുബേലാനാകൃതാത്മനാ താം ഗിരം കരുണം ശ്രുത്വാ മമ ധർമാനുകാംക്ഷിണഃ
കരാഭ്യം സചരം ശാപം വ്യഥിതസ്യാപദദ്ഭുവി തസ്യാഹം കരുണം ശ്രുത്വാ ഋഷേർവിലപതോ നിശീം. സംഭ്രാന്തശോകവേഗേന ഭൃശമാസം വിജേതനഃ തം ദേശമഹമാഗമ്യ ദീനസത്വതുദൂർമനാഃ. അപശ്യമിഷുണാ തീരെ സരയാസ്ത്വാപസംഹതം അവകീർണജടാഭാരം പ്രവിദ്ധ കലശോദകം. ഇനി 27ാമത്തെ ശ്ലോകം ചൊല്ലി ഏകദേശമായ അർത്ഥം ഒന്ന് ചിന്തിക്കാം. ഇഷുണാഭിഹതക്കേന കസ്യ വാപകൃതം മയാ ഋഷേർഹിന്യസ്തദണ്ഡസ്യ വനേ വന്യേന ജീവിതഃ. 63ാം സർഗത്തിലെ 27ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആരാണ് എന്നെ അമ്പെയ്തു വീഴ്ത്തിയത്? ആർക്കാണ് ഞാനൊരു അപരാധം ചെയ്തിട്ടുള്ളത്? ആർക്കും ദണ്ഡനം ഏൽപ്പിക്കാതെ കാട്ടിൽ വന്യങ്ങൾ കൊണ്ട് കഴിഞ്ഞുകൂടുന്നവനാണല്ലോ ഞാൻ. 28, 29 ശ്ലോകങ്ങൾ ചൊല്ലാം. അർത്ഥം എന്നിട്ട് നോക്കാം. കഥം നു ശസ്ത്രേണ വധോ മദ്വിധസ്യ വിധീയതേ ജടാഭാരധരസ്യൈവ വൽക്കലാജിനവാസനം. കോ വധേന മമാർത്ഥി സ്യാത് കിം വാസ്യാപകൃതം മയാ ഏവം നിഷ്ഫലമാരബ്ധം കേവലാനർത്ഥസംഹിതം. 28, 29 ശ്ലോകങ്ങളുടെ അർത്ഥം. മരത്തോലും മാന്തോലുമെടുത്ത മുടി ജടയാക്കി കെട്ടി കഴിഞ്ഞു വരുന്ന മുനിയെപ്പോലെ കഴിഞ്ഞു വരുന്ന എൻ്റെ മേൽ അമ്പെയ്ത് വീഴ്ത്തുകയോ? എന്നെ വധിച്ചിട്ട് ആർക്കെന്ത് കിട്ടാനാണ്? ശ്ലോകം 30. ന ക്വചിത് സാധുമന്യേത യഥൈവ ഗുരുതൽപകം നേമം തഥാനുശോചാമി ജീവിതക്ഷയമാത്മനഃ. എന്തു പിഴയാണ് ഞാൻ ചെയ്തു പോയത്? നിഷ്പ്രയോജനവും അനർത്ഥഹേതുവുമായ ഈ പ്രവൃത്തി ഗുരുതൽപ്പത്തെ പ്രാപിക്കാൻ പോലുള്ള മഹാപാപമാണ്. ഗുരുതൽപ്പം എന്ന് പറഞ്ഞാൽ ഗുരുപത്നിയെ പ്രാപിക്കൽ. അതുപോലെയുള്ള ഒരു പാപമാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റെ ജീവൻ പോകുന്നതിലല്ല എനിക്ക് ദുഃഖം. ശ്ലോകം 31. മാതരം പിതരം ചോഭാവനുശോചാമി മത്വധേ തദേതാൻ മിഥുനം വൃദ്ധം ചിരകാലഭൃതം മയാ. ശ്ലോകം 31ൻ്റെ അർത്ഥം. എൻ്റെ മരണത്തിൽ ഞാൻ അമ്മയെയും അച്ഛനെയും ചൊല്ലി ദുഃഖിക്കുന്നു. ആ വൃദ്ധ ദമ്പതികൾ ഏറെക്കാലമായി എൻ്റെ സംരക്ഷണത്തിലാണല്ലോ. ശ്ലോകം 32. മയി പഞ്ചത്വമാവന്നെ കാം വൃത്തിം വർദ്ധയിഷ്യതി വൃദ്ധൗജ മാതാപിതാരാവഹം ചൈകേഷുണാഹതഃ. ശ്ലോകം 32ൻ്റെ അർത്ഥം. എൻ്റെ മരണത്തിന് ശേഷം അവർ എങ്ങനെ കഴിഞ്ഞുകൂടും? അമ്മയച്ഛന്മാർ വൃദ്ധരായ അവർ ഞാനൊരു അമ്പേറ്റു മരിക്കുകയാണ് എന്ന് അറിയുന്നില്ലല്ലോ. ശ്ലോകം 33. കേന സ്മനിഹതാ സർവേ സുബേലാനാകൃതാത്മനാ താം ഗിരം കരുണം ശ്രുത്വാ മമ ധർമാനുകാംക്ഷിണഃ. ശ്ലോകം 33ൻ്റെ അർത്ഥം. ഏതൊരു മൂഢനാണ് ഞങ്ങളെ എല്ലാവരെയും ഇപ്രകാരം നിഹനിക്കുന്നത്? 34, 35, 36 ശ്ലോകങ്ങൾ ചൊല്ലാം. സംഭ്രാന്തശോകവേഗന ദൃശ്യമാസം വിജേതനഃ തം ദേശമഹമാഗമ്യ ദീനസത്വസുദൂർമനാഃ. അപശ്യമിഷുണാ തീരെ സരയ്വാസ്താപസംഹതം അവകീർണജടാഭാരം
പ്രവിദ്ധ കലശോദകം പാംസു ശോണിതദിഗ്ധാംഗം ശയാനം ശല്യപീഡിതം. 34, 35, 36 ശ്ലോകങ്ങളുടെ അർത്ഥം. ദയനീയമായ ഈ വാക്കുകൾ കേട്ട് ധർമാനുസാരിയായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവനായതുകൊണ്ട് അത്യന്തം വ്യഥിതനായ എൻ്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലും നിലത്തു വീണുപോയി. അതായത് ദശരഥൻ്റെ കയ്യിൽ നിന്ന് അമ്പും വില്ലും നിലത്തു വീണുപോയി. രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഈ കരുണമായ വിലാപം കേട്ടിട്ട് ശോക ആധിക്യം കൊണ്ട് ഏറ്റവും സംഭ്രാന്തി പൂണ്ട് ഞാൻ ചൈതന്യം അറ്റവനായി തീർന്നു. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം ചൊല്ലാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.